നവരാത്രി വേളയിൽ ഓരോ ദിവസവും ദേവിയെ ഓരോ ഭാവത്തിലാണ് ധ്യാനിച്ച് ആരാധിക്കേണ്ടത്. 9 ദിനങ്ങളിലും അനുവർത്തിക്കേണ്ട ദേവീഭാവങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. 9 ദിവസം 9 ദേവീഭാവങ്ങൾ, 9 നിറങ്ങൾ. നവരാത്രിയിൽ നവദുർഗാഭാവങ്ങളുടെ പ്രാധാന്യമറിഞ്ഞ് ഭജിച്ചാൽ ദേവീ കടാക്ഷം ഉറപ്പാണ്. നവരാത്രിയിലെ 1-ാം ദിനം ശൈലപുത്രി. 1-ാം ദിവസം ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതീദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പൂർവജന്മത്തിലെ സതീദേവിയെപ്പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവൻ്റെ അർദ്ധാംഗിനിയാണ്. വൃഷഭസ്ഥിതിയായി ത്രിശൂലവും താമരപ്പൂവും ധരിച്ച് ദേവി ഇരിക്കുന്നു. പ്രാധാന്യമുള്ള നിറം ഓറഞ്ച് നിറമാണ്. 2-ാം ദിനം ആരാധിക്കേണ്ടത് ബ്രഹ്മചാരിണിയെയാണ്. 2-ാം ഭാവത്തിൽ ബ്രഹ്മചാരിണി സങ്കല്പത്തിൽ പൂജിക്കുന്നു. ബ്രഹ്മശബ്ദത്തിന് തപസ് എന്നർത്ഥമുണ്ട്. ദേവി തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ്. ജപമാലയും കമണ്ഡലവും ധരിച്ചിരിക്കുന്നു. ഭക്ഷണം ത്യജിച്ചുകൊണ്ടാണ് ദേവി തപസ് ചെയ്യുന്നതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദേവിക്ക് അപർണ എന്ന പേരുണ്ടായി. ദേവിക്ക് പ്രാധാന്യമുള്ള നിറം വെള്ളയാണ്. 3-ാം ദിനം ആരാധിക്കേണ്ടത് ചന്ദ്രഘണ്ഠ എന്ന ദേവീ രൂപത്തെയാണ്. ദേവിയുടെ തിരുനെറ്റിയിൽ അർദ്ധചന്ദ്ര രൂപത്തിൽ ഒരു മണിയുണ്ട്. ആ മണിയാണ് ചന്ദ്രഘണ്ഠാരൂപിണിയായ ദേവീ സങ്കല്പത്തിനാധാരം. സ്വർണ്ണവർണ്ണമുള്ള ശരീരവും 10 കൈകളുമുണ്ട് ദേവിക്ക്. എല്ലാ കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ചിരിക്കുന്നു. സിംഹവാഹിനിയുടെ മണിനാദം കേട്ടാൽ ദുഷ്ടന്മാർക്ക് ഭയവും ശിഷ്ടന്മാർക്ക് ശാന്തിയും ലഭിക്കും. യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഭാവമാണ് ദേവിക്ക്. പ്രാധാന്യമുള്ള നിറം ചുവപ്പ്. 4-ാം ദിനം ദേവിയെ ആരാധിക്കേണ്ടത് കുഷ്മാണ്ഡാഭാവത്തിലാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ ആദിസ്വരൂപവും ശക്തിയും ദേവിയാണല്ലോ. സൃഷ്ടിക്ക് മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ച ദിവ്യപ്രകാശം സർവ്വയിടവും വ്യാപിക്കുന്നു. പിന്നീട് ആ പ്രകാശം സർവ്വ വസ്തുക്കളിലും പ്രവേശിച്ച് തിളങ്ങി. തേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളാണുള്ളത്. കമണ്ഡലു, ധനുസ്, ബാണം, പുഷ്പം, അമൃതകലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ധരിച്ച് സിംഹവാഹിനിയായി ദേവി പരിലസിക്കുന്നു. ദേവിക്ക് പ്രാധാന്യമുള്ള നിറം നീലയാണ്. ദേവിയുടെ 5-ാമത്തെ ഭാവം സ്കന്ദമാതാവാണ്. അമ്മയുടെ മടിയിൽ പുത്രൻ സുബ്രഹ്മണ്യൻ സാന്നിധ്യമരുളുന്നു എന്നാണ് സങ്കല്പം. സ്കന്ദമാതാവായ പരാശക്തി ചതുർഭുജയാണ്. 2 കൈകളിലും താമരപ്പൂവും താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു. സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നു. സുബ്രഹ്മണ്യ പ്രീതിക്കും സ്കന്ദമാതാവ് ആരാധന ഫലപ്രദമാണ്. ദേവിക്ക് പ്രാധാന്യമുള്ള നിറം മഞ്ഞ നിറമാണ്. ദേവിയുടെ 6-ാമത്തെ സ്വരൂപം കാത്യായനിയുടേതാണ്. കാത്യായന മഹർഷി ദേവിയെ തപസ്സു ചെയ്ത് ദേവി തന്നെ ഗൃഹത്തിൽ പിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവി മഹർഷിയുടെ ആഗ്രഹം സ്വീകരിക്കുന്നു. അതിനുശേഷം മഹിഷാസുരനെ വധിച്ച് ദേവന്മാർക്ക് ആശ്വാസമരളിയെന്ന് പുരാണം പറയുന്നു. ചതുർഭുജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി സർവർക്കും അനുഗ്രഹാശിസ്സുകളേകി ഇരുന്നരുളുന്നു. ദേവിക്ക് പ്രാധാന്യമുള്ള നിറം പച്ചയാണ്. ദേവിയുടെ 7-ാം ഭാവമാണ് ഏറ്റവും ഭയാനകമായ കാളരാത്രി ഭാവം. ദേവി ശക്തിരൂപം പൂണ്ട് കാളരാത്രിയായി ശോഭിക്കുന്നു. ധൈര്യം സമ്പാദിച്ച് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നതിനു വേണ്ടിയാണ് ദേവി ഭയാനക രൂപം ധരിച്ച് വർത്തിക്കുന്നത്. ആ രൂപം ശരീരത്തിലേക്ക് പ്രതിഫലിക്കുമ്പോൾ മനുഷ്യൻ ഭയത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് വിശ്വാസം. ദേവിയുടെ ഭയാനക രൂപം മനോദൗർബല്യം പരിഹരിച്ച് മനുഷ്യനെ കർമ്മനിരതനാക്കാൻ വഴി തെളിയിക്കുന്നു. കറുത്ത നിറവും ചിന്നിച്ചിതറിയ മുടിയും തൃക്കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന അഗ്നിയും എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. ബ്രഹ്മാണ്ടത്തെ ഭസ്മമാക്കാൻ പോലും ആ ജ്വാലകൾക്ക് ശക്തിയുണ്ട്. കഴുതയാണ് ദേവിയുടെ വാഹനം. വരദമുദ്രയും അഭയമുദ്രയും വാളും മറ്റൊരു ദിവ്യായുധവും ധരിച്ച് ചതുർഭുജയായി ശുഭങ്കരി എന്ന പേരിൽ ദേവി അറിയപ്പെടുന്നു. ദേവിക്ക് പ്രാധാന്യമുള്ള നിറം ചാരനിറമാണ്.
മഹാഗൗരിയാണ് 8ാമത്തെ ഭാവം. ദേവി ശാന്തസ്വരൂപിണിയും ശുഭവർണ്ണ സ്വരൂപിണിയുമാണ്. പരമശിവനെ ആഗ്രഹിച്ച് കഠിന തപസ്സു ചെയ്ത് ദേവിയുടെ ശരീരം കറുത്തു, സൗന്ദര്യം നശിച്ചു പോകുന്നു. പക്ഷേ അത് കണ്ടു നിൽക്കാൻ ശിവന് കഴിഞ്ഞില്ല. ദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ ഗംഗാസ്നാനം ചെയ്യിച്ച് ശുഭ്രവർണ്ണയാക്കി തീർക്കുന്നു. ദേവിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും വെളുത്തതായിത്തീരുന്നു. വെള്ളക്കാക്കയുടെ പുറത്തു കയറി ദേവി ഏവർക്കും ദർശനം നൽകി. ചതുർഭുജങ്ങളിൽ ത്രിശൂലം, അഭയമുദ്ര, ഡമരു, വരദമുദ്ര എന്നിവ ധരിച്ച് ഉപാസകന് അക്ഷയ പുണ്യം നൽകി ദേവി പരിലസിക്കുന്നു. ദേവിക്ക് പ്രാധാന്യമുള്ള നിറം പർപ്പിൾ നിറമാണ്. സിദ്ധിദാത്രീ രൂപമാണ് അവസാന ദിവസത്തേത്. അന്ന് ദേവി സർവാഭീഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും ദർശനം നൽകുന്നു. അണിമ, മഹിമ, ഗിരിമ, ലഘിമ, പ്രാപ്തി, പ്രാകാവ്യം, ഈശിത്വം, വശിത്വം എന്നീ സിദ്ധികൾ ഈ സങ്കല്പത്തിലൂടെ ആരാധിച്ചാൽ കൈവരുമെന്നാണ് വിശ്വാസം. ദേവന്മാർക്ക് പോലും സിദ്ധികൾ നൽകുന്നത് ദേവിയാണ്. ചതുർഭുജങ്ങളിൽ ഗദയും ചക്രവും ശംഖും താമരയും ധരിച്ച് ദേവി പരിലസിക്കുന്നു. ദേവിക്ക് പ്രാധാന്യമുള്ള നിറം പച്ച നിറമാണ്. സർവവിദ്യകളുടെയും അധിപയും ത്രിമൂർത്തികൾക്ക് പോലും ആരാധ്യയും ജഗത് മാതാവുമായ ദുർഗയെ പ്രീതിപ്പെടുത്തുകയാണ് നവരാത്രി പൂജയിലൂടെ ലക്ഷ്യമിടുന്നത്. ആർഷഭാരതത്തിൽ പൗരാണിക കാലം മുതൽ ആഘോഷിക്കാറുള്ളതാണ് നവരാത്രി. അന്ധകാരത്തിന്മേൽ, ആസുരതയുടെ മേൽ, അജ്ഞതയുടെ മേൽ എല്ലാമുള്ള നന്മയുടെ വിജയമാണ് നവരാത്രിയായി ഭാരതത്തിൽ ആഘോഷിച്ചു വരുന്നത്.